കോൺഫിഡൻസോടെ കയറി വന്നിട്ട് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ എവിടെയൊക്കെയോ കാല് വഴുതിപ്പോയ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ജയിപ്പിക്കാൻ ഇറങ്ങി നിൽക്കുന്ന ഒരു അപ്പനുമായൊരു കൂട്ടിമുട്ടലുകൾ ഈ ദിവസങ്ങൾ തമ്പുരാൻ തരുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ അത് എന്നോടുള്ള ദൈവ ശബ്ദമെന്ന് പറഞ്ഞ് ആ ദൂതുകൾ ആമേൻ പറയാൻ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ പാസ്റ്റർ എന്റെ കോൺഫിഡൻസ് തകർന്നു, എന്റെ ബിസിനസിന്റെ എന്റെ കോൺഫിഡൻസ് തകർന്നു, എന്റെ കുടുംബ ജീവിതത്തിന്റെ കോൺഫിഡൻസ് തകർന്നു, എന്റെ കഴിവ് കൊണ്ട് എനിക്ക് കയറാൻ കഴിയുന്നില്ല, എന്റെ ബലം കൊണ്ട് പറ്റുന്നില്ല, നാളത്തെ ചുവട് വെക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിയുകയില്ല. ഞാൻ പറയും, ജയിപ്പിക്കാൻ ഇറങ്ങി നിൽക്കുന്ന ഒരു അപ്പനുമായൊരു കൂട്ടിമുട്ടൽ എവിടെയൊക്കെയോ പ്രാപിക്കാൻ കഴിയുമെന്നുള്ള ഹല്ലേലൂയ രീതിയിലാണ് ഞാൻ മുമ്പോട്ട് വന്നേ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ കൊണ്ട് കഴിയുകയില്ല. തമ്പുരാൻ പറയും, നിന്നെ കൊണ്ട് കഴിയാൻ പറ്റത്തില്ല എന്ന് നീ തീരുമാനിച്ചു എങ്കിൽ നീ എൻ്റെ കയ്യെ പിടിക്ക്, നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് ഞാൻ നിന്നെ കൊണ്ടെത്തിക്കാം. നിന്റെ കഴിവ് കൊണ്ട് നിനക്ക് പറ്റത്തില്ലെന്ന് ബോധ്യം വന്നെങ്കിൽ നീ എൻ്റെ കയ്യെ പിടിക്കണം. കാരണം വിളിച്ചത് നിന്നെ ഞാനാണ്, നിന്നെ തിരഞ്ഞെടുത്തത് ഞാനാണ്. ഒന്നുമില്ലാതിരിക്കുമ്പോഴും നിന്നോട് വാഗ്ദത്തം പറഞ്ഞത് ഞാനാണ്. ഒരു കാല് പുറകോട്ട് വെച്ചെനിക്ക് നിന്നെ തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം എന്റെ വിളിയെ കുറിച്ച് ഞാൻ അനുദപിക്കുകയില്ല. ചിലർ ദൈവിക വിളിയുമായി കൂട്ടിമുട്ടുകയാണ്. എവിടെയൊക്കെയോ ഇനി സാധ്യമല്ലെന്ന് പറഞ്ഞതിലേക്ക് തമ്പുരാൻ ചില തിരിക്കുകയാണ്. ഒരു ഡിവൈൻ റിസ്റ്റോറേഷൻ നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ സംഭവിക്കുകയാണ്. എന്നോടുള്ള ദൈവശബ്ദമാണ്. ഞാൻ ജീവിക്കുന്നു എന്ന് പറയുമ്പോഴും ഞരങ്ങിക്കൊണ്ടാ പോന്നേ. അഡ്ജസ്റ്റ് ചെയ്ത് മടുത്തു. എൻ്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മടുത്തു. പലപ്പോഴും സന്തോഷമാണോ സഹോദരി, സന്തോഷമാണോ സഹോദര എന്ന് ചോദിക്കുമ്പോഴും സന്തോഷമാണ് എന്ന് പറയുമ്പോഴും എൻ്റെ അകത്താരോടും പറയാത്ത വേദന കടിച്ചമർത്തിയാ ഞാൻ നിൽക്കുന്നേ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ ശീമോനോട് ചോദിച്ച, ശീമോനെ നിന്റെ ഹൃദയത്തിൽ എന്താ ചിന്ത? ശീമോൻ പറയും, ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചതല്ല ഈ ഒരു മടങ്ങിപ്പോക്ക്. ഒരിക്കൽ ഞാൻ വള്ളവും വലയും വിട്ട യേശുവിൻ്റെ പുറകിൽ പോകുമ്പോൾ ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല ഇനി ഒരു മടങ്ങിപ്പോക്കുണ്ടാകുമെന്ന്. എല്ലാവരും മീൻ പിടിക്കുമ്പോഴും വല വീശുമ്പോഴും യാക്കോബും യോഹന്നാനും ഒക്കെ വീണ്ടും വീണ്ടും വീശുമ്പോഴും എവിടെയോ ഹൃദയത്തിൻ്റെ അകത്ത് തീര കടന്നിളകുന്നത് പോലെ, അപ്പാ ഇതല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത്, ഇങ്ങനെ ഒരു ശുശ്രൂഷയല്ലല്ലോ ഞാൻ കൊതിച്ചത്, ഇതിനു വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ സാമുദായിക ജാതിക പാരമ്പര്യങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നത്, ഇതിനു വേണ്ടിയിട്ടല്ലല്ലോ അപ്പാ നിന്നെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയത്. എവിടെയൊക്കെയോ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് കയറി വരാൻ പറ്റുന്നില്ലപ്പായെ, നിനക്കൊന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ തള്ളിക്കളയാതെ നിങ്ങളുടെ കരം പിടിച്ച് കൂടെ നിൽക്കുന്ന ഒരു ഡിവൈൻ എൻകൗണ്ടറിലേക്ക് ഈ ദിവസങ്ങൾ തമ്പുരാൻ നിങ്ങളെ തിരിക്കുമെന്ന് പറഞ്ഞാൽ